നമ്മെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന പല ശക്തികളുണ്ട്. ഒന്ന് ആത്മീക ശക്തി, രണ്ട് ഭൗതിക ശക്തി. ആത്മീക ശക്തിക്കനുസാരമായി നാം നമ്മെ തന്നെ സമർപ്പിച്ച് ജീവിപ്പിക്കുമ്പോൾ അത് ആത്മീകമായ നിലകളിൽ നമ്മെ വളർത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യും. എന്നാൽ ഭൗതിക ശക്തിക്കനുസാരമായി നാം പോകുമ്പോൾ ലോകമയമായത് പലതും നമ്മെ നിയന്ത്രിക്കും. അങ്ങനെ നമ്മെ നിയന്ത്രിക്കുകയും നടത്തുകയും ചെയ്യുന്ന 5 പ്രധാന ശക്തികളെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമതായി നമ്മളെ പലപ്പോഴും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് കുറ്റബോധം. കായീൻ്റെയും ഹാബേലിൻ്റെയും ചരിത്രം പഠിക്കുമ്പോൾ ഹാബേലിനെ കായീൻ കൊല്ലുവാനിടയായി തീർന്നു. അതെ, അത് നിമിത്തം അവൻ വളരെ കുറ്റബോധമുള്ളവനായി തീരുവാനിടയായി. അവൻ കുറ്റബോധമുള്ളവനായി വളരെ ഉഴന്ന് അലഞ്ഞ് നടക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. ഈ ലോകത്തിൽ അനേകർ ഇതുപോലെയാണ്, ഉഴന്ന് കുറ്റബോധമുള്ളവരായി കിട്ടിയ അവസരങ്ങൾ, സമയങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കുവാൻ കഴിയാതെ അലഞ്ഞ് നടക്കുന്നവർ. 2, പെട്ടെന്നുള്ള കോപം. അതെ, ജീവിതത്തിൽ കടന്നു വരുന്ന പെട്ടെന്നുള്ള കോപം നമ്മെ പലപ്പോഴും വീഴ്ചകളെയും അത് നമ്മെ നന്മയ്ക്ക് കാരണമായി തീരാതെ തിന്മയിലേക്ക് തള്ളിയിടും. യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം പറയുമ്പോൾ, നീരസം പോഷനെ കൊല്ലുന്നു, ഈർഷ്യ മൂഢനെ ഹിംസിക്കുന്നു. അതെ, നമ്മുടെ ജീവിതത്തിൽ നാം കോപത്തിനിരയായി പോയാൽ ശത്രുവിൻ്റെ മുമ്പിൽ നാം തോറ്റുപോകുവാനിടയായിത്തീരും. 3-ാമതായി ഭയം മനുഷ്യനെ നയിക്കുന്നു. അതെ, ഇന്ന് അനേകർക്ക് ഉറങ്ങുവാൻ കഴിയാതെ ജീവിതത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, പിൻതലമുറകളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് ഒക്കെ ഭയം അലട്ടി ജീവിതത്തിൽ തകർന്നു വീഴുന്നത് നമുക്ക് കാണുവാൻ കഴിയും. 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം, സ്നേഹത്തിന് ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവൻ അല്ല. അതെ, നാം ഭയപ്പെട്ടു പോകുവാൻ ഇടവരരുത്. 4-ാമതായി പണത്തോടുള്ള ആഗ്രഹം. ഇന്ന് മനുഷ്യനെ തകർത്ത് കളയുന്ന ഏറ്റവും വലിയ ഒരു ആസക്തിയാണ് പണത്തോടുള്ള ആഗ്രഹം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമായി തീരുന്നു. 5-ാമതായി തങ്ങളെ തന്നെ മാനിക്കണം, തങ്ങൾ ഉയർന്നവരായി തീരണമെന്നുള്ള ശ്രമവും ഓട്ടവും അത് നമ്മെ തകർത്ത് കളയും. എന്നാൽ ഇതെല്ലാം വെച്ചിട്ട് ദൈവഹിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ച് ദൈവാലോചനയ്ക്കായി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ നാം ഒരുങ്ങിയാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. താൻ നമ്മെ വാലല്ല തലയാക്കി അനുഗ്രഹിക്കും. വലിയ അനുഗ്രഹം നമ്മുടെ മേൽ ഉണ്ടാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.